ഹലോ ഗൈസ്, അപ്പോ നമ്മളിന്ന് പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി വേറൊന്നുമില്ല ഗൈസ്. നമ്മളെ രണ്ടാമത്തെ ഹൗസ് ഉണ്ടല്ലോ, അത് നമ്മളിന്ന് റെന്റലിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ റെന്റലിന് കൊടുക്കുമ്പോ ഒക്കെ വൃത്തിയാക്കണ്ടേ. അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടി ഷിൻജാൻ രാവിലെ തന്നെ ആ വീട്ടിലോട്ട് പോയിരിക്കാണ്. ഞാൻ ഗാരേജിൽ എടുക്കുന്ന കാർ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇന്നലെ നമ്മളെ ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു കാറാണ്. അത് റോബോട്ട് കാറാണ് ഗൈസ്, ഫുള്ളി റോബോട്ട് കാറാണ്. അപ്പൊ ആ കാർ കിട്ടുന്ന വീഡിയോ കണ്ടിട്ടില്ലേ, കാണാം. ഇക്കാട് ഞാൻ അവിടെ കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ നേരെ ആ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളൊരു ഫ്രണ്ടിന്റെ കാർ എടുത്തിട്ടാണ് പോണത്. നമ്മളെ മറ്റേ കാറിൽ ചാർജ് അതുകൊണ്ട് കുത്തിച്ചിരിക്കാണ്. അത് ഇലക്ട്രിക് കാറാണ് ഗൈസ്, അതുകൊണ്ട് കുത്തിച്ചിരിക്കാണ്. അതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലത്തേക്ക് വേറൊരു കാർ എടുത്തിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ അവിടേക്ക് എത്താനായിട്ട് നമുക്ക് ചാനൽ അതിലാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി അടിച്ചേക്ക്. ലൈക്ക് ടാർഗറ്റ് ഒരു 10 വെക്കുന്നത്. നിങ്ങൾ എന്തായാലും മാക്സിമം 10 ലൈക്സ് ഒന്ന് അടിച്ച് പവർ ആക്കാം. ഈ വണ്ടി വേറെ ലെവലാണ്, ഇത്തിരി വിന്റേജ് മോഡൽ കാറൊക്കെയാണ്. പക്ഷെ ഷിൻജാൻ അവിടേക്ക് എന്തിനാണോ ഇത്ര നേരത്തെ അടിച്ച് പോയത്? ആ പൊട്ടൻ ഞാൻ അവിടെ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുക. ഓക്കെ, നമുക്ക് ഇനി നേരെ അവിടേക്ക് കത്തിച്ചു വിടാം. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ പഴയ വീടിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്നതാണ് നമ്മളെ പഴയ വീട്. ഇവിടെ കുറെ ഒരു കോളനി പോലത്തെ ഏരിയ ആയതുകൊണ്ട് ഈ വീട് എന്തായാലും നല്ലോണം റെന്റലായിട്ട് പോവും. ഓക്കെ, ഷിൻജാൻ എന്താണ് അതിന്റെ ഉള്ളിൽ കാട്ടുന്നത്? നമുക്ക് നേരെ പോയിട്ട് അതിന്റെ ഉള്ളിൽ കയറട്ടെ ഗൈസ്. അല്ലെ ആ ചെക്ക എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അത് ശരി, എന്നോട് ആരെങ്കിലും പറഞ്ഞു അത്ര നേരത്തെ തന്നെ ഇവിടെ വന്നിരിക്കാന്? എന്താ മേലെ എന്തായാലും പോയി നോക്കി നോക്കട്ടെ. എടാ വാടാ, പിന്നാലെ വാടാ. അല്ല, ഈ ഡോറിപ്പോ ഇവിടുന്ന് വന്ന്? നമ്മളെ റൂം ഇതല്ല, ആകളുടെ റൂം. എടാ ഷിൻജാനെ, ഈ ഡോർ എവിടുന്നാണ് വന്ന്? ആ അതന്നെ, അന്റെയൊക്കെ തുറക്കാനുള്ള താക്കോലുണ്ടാ? ഇതെങ്ങനെയാ ഇപ്പൊ തുറക്കുക? ഞാൻ നോക്കി നോക്കട്ടെ, എങ്ങനെയാലും ഇടിച്ചിടിച്ച് തുറക്കാൻ പറ്റി നോക്കട്ടെ. സോറിടാ, എയിമ് തെറ്റിപ്പോയതാ. എങ്ങനെ ഇത് പിടിക്കണു? എന്റെ മേത്ത് കലടി വരുന്നത് ഗൈസ്. ഞാൻ കൊറേ ട്രൈ ചെയ്തിട്ട് ഇവിടെ ഡോറൊന്നും തുറക്കാൻ പറ്റുന്നില്ല. എവിടെ ഷിൻജാൻ ഇനിയിപ്പോ എന്തപ്പോ വഴി ഇത് തുറക്കാന്? ആടാ, നീ പറഞ്ഞ ഐഡിയ എന്തായാലും നല്ലതാ. നമുക്ക് എന്തായാലും വാൻ പോയിട്ടേ വണ്ടിയുടെ ഡിക്കിന്ന് ആ ഗൺസ് ഒക്കെ എടുത്തിട്ട് വരാം. ഗൈസ്, നമ്മള് ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. ഷിൻജാൻ അവിടെ തന്നെ നിന്നോട്ടാ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു ഷോർട്ട് ഗണ്ണാണ്. ഇതുകൊണ്ട് സാധാരണ 2 അടി അടിച്ച് എന്തായാലും പൊട്ടും. നമുക്ക് എന്തായാലും അടിച്ചു. അയ്യോ, ഒന്നും തെറ്റിപ്പോയില്ലേ. എയിം എപ്പോഴും തെറ്റിപ്പോവാണ് ഗൈസ്. നമുക്ക് കൃത്യ വാതിലിന്റെ അവിടെ തന്നെ അടിക്കാം. എടേ, ഇതെന്തണ്ടത്? എന്തു വാതില? എന്തണ്ട ഇതെന്തണ്ട? ഈ വാതിലും തുറക്കണമെന്നില്ല. ഓക്കെ, നമ്മളൊക്കെ സ്നൈപ്പർ ഉണ്ട്. നമുക്ക് സ്നൈപ്പർ എടുത്തിട്ടേ ആ വാതിലിന്റെ ആ ഡോർ ലോക്കിന്റെ അവിടെ തന്നെ അടിച്ചു നോക്കാം. ഓക്കെ, ഇപ്പൊ തുറന്നിട്ടാണോ? നമുക്ക് നോക്കി നോക്കാം. എടാ, ഇതെന്ത് വാതിലണ്ടാ? ഇത് ഇല്ലുമിനാറ്റി വാതില തോന്നുന്നിട്ടാ. ഇല്ലുമിനാറ്റി വാതില്. നമ്മള് വേറെ ഗണ്ണെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതുകൊണ്ടെങ്കിലും ഒന്ന് അടിച്ചു നോക്കാം. വെറുതെ ഗണ്ണിന്റെ ഉണ്ട വേസ്റ്റ് ആവാന്നല്ലാണ്ട് ഈ വാതിലൊന്നും തുറക്കുന്നില്ല. ഷിൻജാന്റെ ബുദ്ധി ഒന്നേ ഇവിടെ നടക്കും തോന്നുന്നില്ല. ഓക്കെ, ഇനി എന്താ വഴി? എടാ, ഇനിയിപ്പോ ഇത് പൊളിക്കാൻ വല്ല ചിക്കി ബോംബായിട്ട് എടുത്തിട്ട് വരേണ്ടി വരും. ഓക്കെ, എന്റെ വണ്ടിയുടെ ഡിക്കിയിൽ ഒരു ബോംബ് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് വരാം നമുക്ക്. ഇത് ഇടിച്ചിട്ടും ചവിട്ടിട്ടൊന്നും തുറക്കുന്നില്ല. അപ്പൊ ഇനി ബോംബ് തന്നെ വഴി. എടാ ഷിൻജാനെ, ഞാൻ അപ്പൊ വരാട്ടാ ഗൈസ്. നമ്മളങ്ങനെ ബോംബ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെങ്കിലും ഒന്ന് സക്സസ് ആയാൽ മതിയായിരുന്നു. എന്തൊക്കെ ചെയ്ത് വെച്ചിട്ട് ആ വാതിൽ തുറക്കാൻ വേണ്ടിട്ട്. ഓക്കെ, നമ്മൾ ബോംബ് എടുത്തിട്ടുണ്ട്. ഇടിക്കടാ ഫ്രാങ്ക്ലിനെ. എടാ, ആ വാതിൽ തുറന്നു തോന്നുന്നുട്ടാ. നമുക്ക് പോയി നോക്കി നോക്കാം. വീടൊക്കെ കുലുങ്ങിയിട്ടുണ്ട്. ഓക്കെ, വാതിൽ തുറന്നാണാവോ? എടാ, ഇതെന്ത് മണ്ണാങ്കട്ട വാതിലാണ്ടത്? ഇവിടെ എന്തൊക്കെ എടുത്തെറിഞ്ഞു. നമുക്ക് ഒരു ബോംബ് കൂടി എടുത്തെറിഞ്ഞു നോക്കാം. ഓടിക്കോടാ ഷിൻജാനെ. എടാ, ചെറിയൊരു ബോംബ് കൂട്ടിയതാണ്, പേടിക്കണ്ട. ഓക്കെ, ഈ വാതില് തുറക്കണമെന്നില്ല ഗൈസ്. ബോംബ് കൊണ്ട് കഥല്ല. നമുക്ക് ഇനി വല്ല സ്റ്റിക്കി ബോംബ് എടുത്ത് വരേണ്ടി വരും. ഇനിയിപ്പോ സ്റ്റിക്കി ബോംബ് എവിടെ പോയി ഒപ്പിക്കാനാ? നോക്കി നോക്കട്ടെ ഗൈസ്. ഞാൻ സ്റ്റിക്കി ബോംബ് എവിടെന്നേലൊക്കെ ഒന്ന് തപ്പി നോക്കട്ടെ. ഇവിടെ എവിടെയും തപ്പി കിട്ടാണ്ടിരിക്കൂലേ? നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിച്ചോട്ടെ. ഷിൻജാൻ ഉണ്ടാക്കിയ സ്റ്റിക്കി ബോംബ് ഉണ്ടാ? അല്ലടാ, എന്നാൽ ചോദിച്ചത്. ഞാൻ സ്റ്റിക്കി ബോംബ് എടുത്തിട്ട് വരാം ഗൈസ്. ഐ ആം ബാക്ക്. ഇങ്ങനെ മാസം എൻട്രി അടിച്ചിട്ട് കാര്യമില്ല. ആ ഡോർ എങ്ങനെയാലും തുറക്കാൻ നോക്കണം. സ്റ്റിക്കി ബോംബ് എടുത്തിട്ടുണ്ട്. ഇത് എന്താ? ഇത് ഇന്നാട്ടി വലിയ സ്റ്റിക്കി ബോംബാലോ. ഓക്കെ, ഒരെണ്ണം നമുക്ക് ഇവിടെ ഇട്ട, ഒരെണ്ണം അവിടെ ചമരമിരിക്കട്ടെ. നമുക്ക് ഒരെണ്ണം ഇവിടെയും കൂടി ഇട്ട് കൊടുക്കുക. അടുപ്പിച്ച് അങ്ങോട്ട് ഇട്ട് തന്നെ ഗൈസ്. വീട് കുലുങ്ങിയാലും വേണ്ടില്ല, ആ ഡോർ തുറന്നാൽ മതി. ഓക്കെ, ഇനി മാറി നിൽക്കുക. ഷിൻജാനെ സൂക്ഷിച്ചിരുന്നോട്ടാ, ഒരു പൊട്ടിത്തെറിപ്പ് ഇവിടെ ഉണ്ടാവേ. ഓക്കെ, നമുക്ക് റിമോട്ടർ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ ഇവിടെ നടന്ന്. ഓക്കെ, ഞാൻ ഡോർ തുറന്നാണാവോ? നമുക്ക് പോയി നോക്കി വെക്കാം. തുറന്നാ മതിയായിരുന്നേ. എടാ ഷിൻജാനെ വാടാ, നമുക്ക് തുറന്നാ നോക്കി വെക്കാം. ആടാ, വേഗം വായ. ഇജ്ജ് എന്താണ് ഈ കാണിക്കുന്നത്? വേഗം വായോ. ഇജ്ജിങ്ങനെ ഈ സ്ലോ മോഷൻ കളിച്ച് വരാണ്ടൊന്നും വേഗം വാടാ.
ഓക്കെ നമ്മൾ ഇതിനുള്ളിൽ കയറാൻ പോവാണ്. റെഡി 1 2 3. ഇതെവിടെ ഗൈസ്? ഇത് ഏതാ സ്ഥലം? എടാ ഷിൻജാനെ നോക്കിയടാ, ഇവിടെ ഇങ്ങനത്തെ റൂമൊക്കെ ഉണ്ടായിരുന്ന ഗൈസ്. ഇവിടെ ഒരു സോഡ മെഷീനൊക്കെ ഉണ്ട്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മറ്റേ സോംബി അപ്പോക്ലിപ്സ് ഒക്കെ വരുമ്പോൾ സർവൈവ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് തിന്നാനുള്ള മേശൊക്കെ ഉണ്ട്. ഓക്കെ, ആ പെട്ടിയിൽ എന്താന്ന് എനിക്ക് ഇപ്പം മനസ്സിലായത്. ഇതിനുള്ളിൽ ഫുഡ് ഐറ്റംസ് ആണ് ഗൈസ്. അതിനാണ് ആ മേശ അവിടെ കൊടുത്തിട്ടത്, നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ 3 ബാഗ് ഇരിക്കുന്നുണ്ട്. അത് നിറച്ചും ക്യാഷും ഡ്രസ്സൊക്കെയാണ് ഗൈസ്. എൻ്റെ മോനെ, നമുക്ക് ഗോളടിച്ചടാ. നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് എന്തായാലും വെറുതെ ഇല്ല. എടാ ഷിൻജാൻ, എങ്ങനെ ഉണ്ടായി റൂം? നമുക്കിനി സുനാമി ഒക്കെ വരുമ്പോൾ ഇതിനുള്ളിൽ സർവൈവ് ചെയ്യാം. ഓക്കെ ഫ്രാങ്ക്ലി, അതെന്തായാലും നല്ലൊരു ഐഡിയ ആണ്. ആടാ, നമുക്ക് ഇനി ഇവിടുന്ന് പോവാ. ഇതിനുള്ളിൽ നിന്ന് ഒന്നും എടുക്കണ്ട, നമുക്ക് എന്തായാലും പുറത്തടക്കാടാ. ഓക്കെടാ ഷിൻജാനെ, നമ്മൾ പുറത്തിറങ്ങില്ലേ? ഇനി പോവാടെ നമുക്ക് വീട്ടിലോട്ട്. ഗൈസ്, ഇനി വീട് റെന്റലിന് കൊടുക്കണ്ട. അതുകൊണ്ട് ഷിൻജാനെ, നമുക്ക് ഇനി വേറെ വീട്ടിലോട്ട് പോവാ. ഇവിടെ ഇനിയിപ്പോൾ റെന്റലിന് കൊടുക്കാത്തതുകൊണ്ട് വൃത്തിയൊന്നും ആക്കണ്ട. വാടാ, നമുക്ക് പിന്നെ ഒരു ദിവസം വരെ ഇങ്ങോട്ടേക്ക്. ഓ, അങ്ങനെ നമ്മളാ സീക്രട്ട് ഡ്രോർ എങ്ങനെയൊക്കെ തുറന്ന് അതിനുള്ളിൽ എന്തായാലും എന്നാലും ഷിൻജാൻ ഇങ്ങനെ ചാടലടാ. ഓക്കെ, നമുക്ക് ഇനി നേരെ എന്തായാലും വീട്ടിലോട്ട് പോവാ. ഇവിടെ നൈറ്റ് ആയി ഗൈസ്. നമ്മളാ സീക്രട്ട് റൂമിൽ കയറിയിട്ട് സമയം പോകണമെന്ന് അറിഞ്ഞില്ല. അവിടെ ഷിൻജാനെ വന്ന് കയറിയാ? ഓക്കെ, നീക്ക് ഫാസ്റ്റ് അല്ലേ? നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ വീടിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഷിൻജാൻ, എന്നാലും ആ സീക്രട്ട് റൂം സീനായിരുന്നില്ലേ? അതിനാണ് നമ്മൾ കണ്ടില്ലെന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ടാവൂടാ. ഓ, ഈ വണ്ടി നാളെ കൊടുക്കേണ്ടതാണ്. ഒരു ഇടിങ് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാ, വണ്ടിയുടെ ഒരു ഡിമ്മ് പോയിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല, അവൻ ശരിയാക്കിക്കോളും. സൂക്ഷിക്കാൻ ഇതിപ്പോ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി ഞാൻ ചെയ്യാനാ. അപ്പൊ ഇതുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ സീക്രട്ട് റൂം എന്തായാലും സീനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് എന്നൊന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ ഇതുള്ള അല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്ക്.